ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ജീരകം, ഒരു കഷ്ണം ഇഞ്ചി പീസുകളാക്കിയതാണ്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി 1.5 കപ്പ് 250 കപ്പങ്ങ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ക്രഷ്ഡ് മുളക് പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി, തൈരാണ് കേട്ടോ, കുറച്ച് തൈര്, ക്രഷ് ചെയ്ത് വെച്ചേക്കണ മിക്സ്, എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് വെള്ളമൊഴിച്ച് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചത്. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയാനില്ല, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തേക്കണേ. ഞാൻ കൈ കൊണ്ട് എടുത്തിടാവുന്ന രീതിയിൽ, ഇങ്ങനെ എടുത്തിടാവുന്ന രീതിയിലാണ് കുഴച്ചേക്കണത്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഞാൻ സ്നാക്സ് പൊരിക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു കടായി വെച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കണം. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിന് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. എല്ലാ ഇതുകളും ഇതിനകത്ത് ചേർത്തേക്കണതായതുകൊണ്ട് കറിയൊന്നും ആവശ്യമില്ല. ശരിക്കും ഇത് ബോൾ പോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഇട്ടത് കൊണ്ട് അത്ര ഷേപ്പില്ല, പക്ഷെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. സ്നാക്സ് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് കോരി ഇട്ടതുകൊണ്ട് ഷേപ്പ് കുറവുണ്ട് കേട്ടോ.
എനിക്ക് ഈ കൈ കൊണ്ട് ഇടാൻ നരങ്ങ് കുറവാണ്. ഞാനിത് കോരാൻ പോവാണ്. നല്ല ബോള് പോലെ കൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി ഷേപ്പ് കുറവുണ്ടെന്നുള്ളൂ. നല്ല ബോള് പോലെ വന്നിട്ടുണ്ട്, ക്രിസ്പി പോലെ. ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് കൊരി വെച്ച് നോക്കട്ടെ കേട്ടോ. സ്പൂൺ കൊണ്ട് ഇടണേലും നല്ലതിൻ്റെ കൈ തന്നെയാണ്. ഉണ്ടായി ശരിക്കും ബോൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുക. ഇതിന് കറി പോലും വേണ്ട കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഹെൽത്തിയായ ടേസ്റ്റിയായ അടിപൊളി പലഹാരം. എന്താ ശരിക്കും ബോൾ പോലെയുണ്ട്, നല്ല സ്മൂത്താണ് കേട്ടോ. ഇതിന് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല, കറിയുടെയും ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരു സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ വെച്ച് അരച്ച് ഒന്ന് കടുക് പൊട്ടിച്ചാണ്. ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ചൂടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.